ഇതാരാണ് തലയില് കോണാനൊക്കെ ഇട്ട്? ഇതാരാ മുഖം മൂടി ആരാ? തല കോണാനൊക്കെ ഇതാരാ? നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളാണോ? ഹലോ ദൈവമാണോ? രായണ്ണനാ ഇത് രായണ്ണൻ. ഏത് രായൻ? ടി വി രായനോ? ഓ ടി വി രായൻ ഇല്ലാന്ന് ആരും പറയുന്ന തോന്നിയതാ. പോയെന്ന് പറഞ്ഞു. അത് വേറെ രണ്ട് രായനുണ്ടോ? അല്ലല്ലോ നിങ്ങള് ടി വിന്ന് ഇറങ്ങിയിരുന്നോ ഇടക്ക്? അല്ല ഇടക്ക് വെച്ച് ടി വിന്ന് ഇറങ്ങിയായിരുന്നോ? ഓ പറഞ്ഞോ. നിന്റെ വിളി കാരണം ഞാൻ നിന്നെ വീണത് മനസ്സിലായോ? നിന്റെ കണ്ണാന്നുള്ള വിളി കാരണം ഞാൻ വീണത് മനസ്സിലായോ? എല്ലാവരെയും മയക്കാനുള്ള നിന്നെന്താ വിളിച്ചേ? അല്ലെ നിന്നെ എന്താ വിളിക്കുന്നത്? അവളുടെ വായി തന്നെ നീ കേൾക്കണം. ഓ പിന്നെ നാണമാനം ഉള്ളവരല്ലേ നാണം കെടുത്തുള്ളൂ. നീ മുടിഞ്ഞു പോയി. നിന്റെ ഡോറോപ്പിക്ക് 10 കൊച്ചുങ്ങളുണ്ടായി പട്ടി. മറന്നുപോയാ നമ്മള് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു പണ്ട് രായനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. അതിന് ശേഷം കേട്ടോ വീരകഥകൾ കൊറേ ഉണ്ട്. വീരകഥകള് പിന്നെ സുഖം തന്നെ. ഇതൊക്കെ ഉണ്ട് വിശേഷം. അടിപൊളിയായിട്ട് പോകുന്നു. ഹലോ ഇസ്മയിലൊക്കെ നേരത്തെ അറിയാം നമുക്ക്. ഇസ്മയില് ഉസ്മാന് ഇവരെയൊക്കെ നമുക്ക് നേരത്തെ അറിയാന്നേ. ആണോ? ഇസ്മയിൽ ഉസ്മാനൊക്കെ നേരത്തെ അറിയാന്നേ. ഒരു മിനിറ്റ്, ഒരു തൊപ്പി വേറെ പ്രശ്നമുണ്ട്. നിങ്ങളെ ആസ്ഥാനില്ലേ ബിലാല്, ഓന്റെ പെണ്ണാന്ന് പറഞ്ഞ ഒരു പെണ്ണിനെ കൊടുന്നു. അത് നോക്കി കല്യാണം കഴിച്ചാൻ പോവാ തോന്നുന്നു. ബിലാലിന്റെ കല്യാണമാണോ അവിടെ? അതോക്കിയാ പെണ്ണ് ബിലാൽ എന്ത് എന്നിട്ട്? ബിലാലിതാ മുഖം മാറാട്ടം എവിടെ? ഞാൻ കാണുന്നില്ല. അതൊരു ഓറായിരുന്നു. സത്യം ഞാനും മിണ്ടായിരിക്കണം. ഞാൻ പറയിച്ച് രായണ്ണ തന്നെ പറയട്ടെ. അല്ല ഈ ഫാമിലി ഉണ്ടത് ഇപ്പോഴും ഉണ്ടെന്ന്. അതൊന്നും സാധനം രായണ്ണ. അത് കൊറേ നാളായി കണ്ടിട്ട്, അതുകൊണ്ട് വന്ന് സംസാരിച്ചോണ്ട് കണ്ടപ്പെട്ടി എന്തുവാടാ അനാവശ്യം പറയാതാടാ ഒരു പെണ്ണിനെ പറ്റി. ആൾക്കാരൊക്കെ വരുന്നുണ്ടല്ലോ. മറ്റേ ലവനെ വളയ്ക്കാൻ നടക്കട്ടെ. എനിക്ക് അവൻ വേണ്ടടാ. എന്റെ അമ്മ സത്യമായിട്ട് എനിക്ക് അവൻ വേണ്ടടാ. നീ ഇത്ര ആലോചിച്ചാൽ അവന്റെ കൂടെ ഉള്ള ജീവിതമാണെങ്കിൽ വർഷത്തിൽ ഒരിക്കലും സിറ്റി വരുന്നത്. ഒരു വട്ടമായിരിക്കും പ്രേമം നിന്റെ. ഏടാ നിനക്ക് മനസ്സിലായോ? എന്റെ കൂടെ ഉള്ള എന്റെ കൂടെ ഉള്ള അനാവശ്യം പറഞ്ഞോണ്ടല്ലോ. അനാവശ്യം പറഞ്ഞിട്ടുള്ള ഞാന് പറയടാ എന്റെ കൂടെ ഉള്ള ജീവിതമാണെങ്കിൽ കാറ്റി നിനക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതാക്കാം. അയ്യേ എനിക്ക് ഫ്രീ ഓഫർ ഒന്നും വേണ്ട. പിന്നെ ജാണ സുഖാണോ? ജാണ ഞാൻ വീഡിയോ കളിക്കാൻ വേണ്ടി വന്നത്. എന്താണ് തോളത്ത് വീകുഞ്ഞൊക്കെ ഉണ്ടല്ലോ. ഇതെന്തൊരു കോലാണ്? അണ്ണന്റെ പഴയ കോല ഇട്ട മറ്റേ മുടി ഉണ്ടല്ലോ ഇവിടെ. എടാ ഉണ്ട്. ഞാൻ ചുമ്മാ തൽക്കാലത്തിൽ ഇട്ടതാ. ഒരുത്തമാര് വരോടെ വള്ളിന്നും പറഞ്ഞു. ഓരിതുമില്ല. അത് നമ്മള് അണ്ണത് ആരെന്നൊന്ന് പറഞ്ഞാൽ നമ്മള് ഡീൽ ചെയ്തേക്കാതെ. അണ്ണ ഞാൻ പറഞ്ഞ അണ്ണ പഴയ വേഷത്തിൽ തന്നെയാണ്. അണ്ണന്റെ മുണ്ട് കൊടുത്ത ഞാൻ ഇവിടെ ടീഡിയം കളിക്കാൻ മാത്രമേ കേറാറുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ ലുക്കിലൊക്കെ വന്നത്. ഈ ടാർഗറ്റ് ചെയ്ത് അടിയായിരിക്കും അവിടെ. അല്ലെങ്കിലേ ഉണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിശേഷമൊന്നുമില്ല. ആരുമില്ല. നാനുവിന് മാത്രമേ ഉള്ളു. ബാക്കി എല്ലാരും ടൂർ പോയേക്കാം. ചന്ദ്ര വന്നില്ല. കറണ്ട് ഇല്ല.
ഇവർക്ക് ചെറിയ നിന്റെ അടുത്ത് ഒരു ഇഷ്ടമുള്ള പോലെ തോന്നുന്നു എണ്ണാപ്പി. കാരണം ഞാനിപ്പോ യൂണിവേഴ്സൽ ക്രഷ് ആണ്, മനസ്സിലായി. സിറ്റിയിലെ റെമോ ആണ്. ഓർമ്മ പറഞ്ഞ അവള് നിന്നെ ഇംപ്രസ് ചെയ്യാൻ ആ അണ്ണനും കൂടെ ചേർന്ന് മറ്റേ അവളെ മറ്റേ ഈ ഡ്രസ് ഇടിയിപ്പിച്ച് മറ്റേ അവള് ഇങ്ങനെ വന്നിരിക്കുന്നത്, ഭ്രാന്തിയെ പോലെ വന്നിരിക്കുന്നത്. എന്നിട്ട് വിളി കണ്ണാ. എനിക്കത് കേട്ടപ്പോ ഉണ്ടല്ലോ എനിക്ക് ചെവിത്ത് കേടങ്ങ് വന്നു. നിന്റെ ഫസ്റ്റ് ക്രഷ് അല്ലടാ അവള്? ആര്? ഇവള്? അല്ല എന്റെ ഫസ്റ്റ് ക്രഷ് റോസി അല്ലേ, പോരെ നേരത്തിന് ആ ശരിയാ റോസ്. റോസിക്ക് എവിടെ പോയല്ലേ? റോക്സി അല്ല, റോസി എന്ന് പറഞ്ഞാ വേറെ ആളാ, സക്കീറിന്റെ ക്രഷ്. സക്കീറിന്റെ പെണ്ണ്. അതല്ല. എടാ സക്കീർ എവിടെയാടാ? സക്കീർ ഇതിനെല്ലാം അങ്ങ് ഇല്ല, ഇതിലൊന്നിലും ഇല്ല. കോളേജ്, വീട്, അതങ്ങനെ ആളാ. അവനൊന്ന് കൊണ്ടുവരണം തിരിച്ച്. മാമ ഇവിടെ കുടിലൊക്കെ കെട്ടിന്നറിഞ്ഞ് സ്ലോട്ട് ഒന്നും ഇല്ല. ഇപ്പൊ വേറെ ഗ്യാങ്ങിലൊക്കെ സ്ലോട്ട് വെച്ചെന്നാ കിട്ടിയവര്. കറക്കണ്ട പറഞ്ഞിട്ട് ഏതോ കുടിലൊക്കെ അവളെന്നെ അറസ്റ്റ് ചെയ്യിപ്പിക്കാനുള്ള പ്ലാനാണോ അവളെ നോക്കുന്നേ? അത് തന്നെ ആണല്ലേ. പറയുന്ന തക്കാളി എടുത്ത ഒരു സ്ലാപ്പ് ഇട്ടെന്ന് തക്കാളി ബീജിന് ഒരെണ്ണം കൊടുക്കട്ടെ. നീ എന്തൊരു കൊച്ചിന്റെ അല്ല ഇത് പ്രോട്ടീൻ കിട്ടിയോ എനിക്കാ അല്ല മാറി കിട്ടിയോ? ആ പോട്ട് നമ്മൾ അറിയുന്നില്ല, മനസ്സിലായില്ലേ തക്കാളി ബീജ് സാറല്ലേ? സാറേ ബിഗ് ഫാൻ കേട്ടോ, ബിഗ് ഫാൻ. സാർ കുറച്ചു നേരം തോന്നി, മനസ്സിലായില്ലേ? പോലീസ് എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്താണ് ഇനി പരിപാടി? എന്താണ് പരിപാടി? ഒന്നുമില്ല, ചുമ്മാ ഇരിക്കുന്നു. ഞാനെന്താ ഇങ്ങനെ ചുമ്മാ ഇരിക്കുന്നു? അയ്യോ നിങ്ങൾക്ക് ഇപ്പൊ വള്ളിയൊക്കെ വരണ ഭയങ്കര കുറഞ്ഞല്ലേ? ഭയങ്കര കുറഞ്ഞു. ഇപ്പൊ ഒരു വള്ളി എടുക്കണോ എന്താ അറിയണ? അവന്റെ നാക്ക് പിടിച്ച് തൊണ്ടയ്ക്ക് അകത്ത് കൈ വെച്ചിട്ട് വേണം വള്ളി എടുക്കാനായിട്ട്. അല്ല ഒരുത്തിനും മിണ്ടത്തില്ല. അണ്ണാ ഞാൻ പറഞ്ഞ ആകെ വല്ലപ്പോഴും ഒന്ന് പറഞ്ഞ രണ്ട് പറയുന്നത് GJ മാത്രമാണ്. ഇപ്പൊ ഈ സമയമാകുമ്പോഴത്തേനും കുറെ എണ്ണത്തിനങ്ങ് കേറും. ഗ്യാങ്സ് കൊണ്ടുപോയിട്ട് നിന്നെ കഴിപ്പിക്കാന്നൊക്കെ പറഞ്ഞു മൊട്ടം വെള്ളി. ഓ ഇപ്പൊ ഇനി SRക്ക് റൗണ്ട് ഉണ്ട്. അന്ന് കൊടുക്കണം എന്നില്ല, എനിക്ക് സമാധാനം വരത്തില്ല. അത് ഞാൻ തന്നെ ഒരു തമ്പി റിട്ടേൺസ് ഉണ്ട് അതിന്. ഒന്ന് ആലോചിച്ച് നോക്കടാ, കുരങ്ങന്മാരെ അടിക്കാൻ പോകുമ്പോ ആനകൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞ ഇതിപ്പോ ഒരു സിറ്റിയുടെ പാതി എന്ന് പറഞ്ഞാൽ ഒന്ന് കാടും ഒന്ന് സിറ്റിയാണ്, മനസ്സിലായോ? അപ്പൊ അങ്ങനെ ആ ഞാൻ മുയലാണോ? എടി ഏപ്പനാച്ചി ഇടി. ഈ സിറ്റിയിലെ ഞാൻ പോയപ്പോഴേ ഉള്ള ഒരു കൗണ്ട് അല്ലേ ഇപ്പൊ പകുതി ആമ്പിള്ളേര് പകുതി പെമ്പിള്ളേരുമായി. അല്ല 500 100 അങ്ങനെ തക്കാളി മാസമായിട്ട് വരുന്നത്. തക്കാളി സാർ സുഖാണല്ലോ. എന്തൊക്കെയുണ്ട് വിശേഷം? അങ്ങനെ പോകുന്നു. സാറേ ഇപ്പൊ ഏത് ഗ്രേഡ്? ഞാൻ മാസ്റ്റർ സർജന്റ്. മാസം സർവന്റ് എന്താ? മാസ്റ്റർ സർജന്റ് എനിക്കാ വരുന്നത്. തൂറുമ്പോ തീട്ടൊക്കെ ആറാട്ട്. സാറേ ഈ ഗ്രേഡ് എന്ന് പറയുമ്പോ എന്താ? എനിക്ക് നമുക്ക് ഇങ്ങനെ കേട്ടില്ല. സർജന്റ് കറക്റ്റ്. അപ്പൊ കേട്ടല്ലോ. പിങ് വന്നേടാ, കണ്ണാ പിങ് വന്നേ. ഇത്രയും പേരുടെ മുന്നേ വെച്ചേ പോലീസ് ഒരു ഉണ്ടാക്കാന്ന രീതിയിൽ ഇരിക്കുമല്ലോ. അത് ഇരിക്കണ്ട. സാധനം കഫേ ഇങ്ങോട്ടോ ടേസ്റ്റ് ചെയ്തോ കുഴപ്പമൊന്നുമില്ല.
സാറേ തക്കാളി മലയിറക്കാടിയൊക്കെ വീട്ടില് സാറൻ കൈവൊക്കെ സുഹൃത്തെ ഗണ്ണെടുത്തകത്ത് വെക്ക്. സാറേ കൈവൊക്കെ അവനെ വെറുതെ ഇട്ടെ. വെറുതെ ഇട്ടോ. സുഹൃത്തെ സാറേ രണ്ട് മാൻ ഷോ അല്ല നമ്മളെന്താണ് ചുമ്മാ വന്ന് മറ്റേ കൈവെക്കുന്നത് ശരിയല്ലല്ലോ. തക്കാളി സാർ എന്ത് കണ്ടില്ലായിരുന്നല്ലോ. ചുമ്മാ നിൽക്കുമല്ലേ. കുറച്ച് വികൃതി കുട്ടികളെ കാണും. അത് സാറിമാര് ഒന്ന് ക്ഷമിക്കണം. ഒരു ചാൻസ് കൊടുക്കണം എല്ലാവർക്കും. സാറേ ഇതിപ്പോ കുറെ നാൾ ഇവിടെ ഇല്ലായിരുന്നല്ലോ തക്കാളി സാർ. ഇവന് ഞാൻ കൊടുത്തായിരുന്നു. ഇവ കുറച്ചുമ്പോ വന്ന് ഇതുപോലെ ഒന്ന് ചെയ്തപ്പോ ഞാൻ നിങ്ങളെ കണ്ട ഏറെക്കുറെ ഒരേപോലെ ഇരിപ്പുണ്ടേ. അപ്പൊ നിങ്ങള് ചേട്ടൻ അനിയനാന്ന രീതിയിൽ ഞാൻ തക്കാളി സാറേ എന്നാ വന്നത്? ഹലോ ഞാൻ വന്നിട്ട് കുറച്ചായി. ഞാൻ പണ്ടത്തെ ഒരു കുറവുണ്ട് കേട്ടോ. ഒരു പീഡിയില് കാണാനുണ്ട്. എനിക്ക് ഇനി തോന്നുന്നു കുറച്ചുകൂടെ നല്ലൊരു ഫണ്ണി പീഡിയെ നമുക്കിനി കാണാന്ന് വിചാരിക്കുന്നു തക്കാളി സാർ വന്നോടെ. ഇല്ലില്ല ഞാന് എല്ലാ അല്ല നമ്മളിപ്പോ ഒരു ഗ്യാങ്ങിനുള്ള എന്ത് കാര്യമാണല്ലോ നമ്മളൊരു കോമാളി കയറിയാലേ അവിടെ റെഡി ആവത്തുള്ളൂ. അതിപ്പോ കറക്റ്റായി പീഡിക്ക് ഇപ്പൊ കറക്റ്റായി. അപ്പൊ ടി വി ഒക്കെ ഉണ്ട്. അത് കൗണ്ടർ വേണ്ട. കേട്ടില്ല. ടി വിക്ക് ഞാനുണ്ട്. അത് മറു കൗണ്ടർ വേണ്ട. ഞാൻ ഒന്നും പറഞ്ഞില്ല. അല്ല അതായിരിക്കും അടുത്ത കൗണ്ടർ. മറു കൗണ്ടർ നമ്മളെ അടിക്കണമല്ലോ. പുള്ളി എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി. തക്കാളി OG RP പ്ലെയർ കലക്കി തന്നല്ലോ. ഇനി കാറ്റിങ്ങോ. എടാ ലോറ മിസ് ചെയ്യുന്നു. എവിടെ? എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. നീ എന്തിനാണ് എന്റെ ജീവിതത്തിൽ ഇനി ഇടപെടുന്നേ? പറ. അക്സെപ്റ്റ് എന്ത് അക്സെപ്റ്റ് ചെയ്യാൻ? എന്നിട്ട് വേണം നീ എന്നെ അടിക്കാൻ? നാണോണ്ടോടാ പട്ടി. അതല്ലടി. അക്സെപ്റ്റ് എന്താന്ന് പറഞ്ഞിട്ടാണ് വേണ്ടാത്തൊന്ന് എടി എന്താടി ശരിയാ. കണ്ണാ ഞാനൊരു കാര്യം പറയട്ടെ. പറ. ഒരാൾ ഇപ്പുറത്തിരുന്ന് മിസ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. എവിടെ ഇരുന്നാ പറയുന്നേ? ആലീസിന്റെ മതിയല്ലോ. ശരി. ഇനിയിപ്പോ എന്താ? അയ്യേ ഇതൊക്കെ ആരാണ് കൊണ്ടിടുന്നത്? എന്നാ കാറ്റി എന്താണ് ഇതൊക്കെ? അയ്യേ കാറ്റി എന്താണ് കാറ്റി വെച്ച് വിടുന്ന കാറ്റി? ഇതെന്താ ലൈസിന്റെ പരസ്യമാണ്. ലൈസിന്റെ പരസ്യം ഉരുളക്കിഴങ്ങ് കഴിച്ചോണ്ട് വന്നിട്ട്. ഓ കാറ്റി നിന്റെ സൈഡിൽ നിന്നാട്ടോ സറൗണ്ടിങ് ആയിട്ടാ ശബ്ദം കേൾക്കാം. എന്താടാ നീ ചെയ്യുന്നേ? എണീക്കുന്നില്ലേ? ചന്തി ഉറച്ചേ ദൈവമേ, ചന്തി ഉറച്ചേ എണീക്കുന്നില്ലേ? എന്താന്ന് വെച്ചാ ചെയ്തോ. ഒരു തീട്ടപ്പരിപാടി ആയിട്ട് വന്നേക്കോ. ഹലോ അവന്റെ ലോറ അക്സെപ്റ്റ് എന്തിനാടാ അക്സെപ്റ്റ് ചെയ്യടി. നീ വേണ്ട, നീ വേണ്ട. അക്സെപ്റ്റ് ഞാൻ പറയുന്ന അക്സെപ്റ്റ്. നീയും ഞാനും രാവും അമ്പിളിയും എത്ര നാളായി കയറ്റിങ്ങനെ നമ്മള് തോളത്തൊക്കെ എടുത്തോണ്ട് നടന്നിട്ട്. നിന്നെ വിശ്വസിക്കാൻ പറ്റത്തില്ലടാ, മനസ്സിലായില്ലേ? ഇടത്തോ സൈഡിലോട്ട് നോക്കിയേ. ഇടത്തെ സൈഡിലോട്ട് അവിടെ വെളിച്ചം കാണുന്നുണ്ടോ? അത് എന്റെ റൂമാ. അപ്പാർട്ട്മെന്റ് ഞാൻ മേടിച്ചതാന്ന്. അത് ഭയങ്കര വില മേടിച്ച സിറ്റിയിൽ ഒരാൾക്ക്. കൊള്ളാം നല്ല രസമുണ്ട്. 200 കോടി. 200 കോടിയോ? അപ്പം പിന്നെ ഇനാഗുറേഷനാ കാറ്റി വരുന്നോ? ഇനാഗുറേഷനോ? ഇല്ലടാ, സമയമായി. നൈറ്റ് ഒന്നും വേറെ ആൾക്കാരുടെ വീട്ടിൽ പോകുന്ന ഇഷ്ടമല്ല എനിക്കെന്താ. എവിടെ പോണേ? എന്റെ പാലുകാച്ചിന് വരാത്ത നീ ഒന്നും മരണ്ട. പാലുകാച്ചിന് നാളെ വരാടാ രാവിലെ.
എവിടെ വരാടാ? ആര് അവൻ അടിക്കോ ഫസ്റ്റ് രണ്ടാമത് അടിച്ചത് മനസ്സിലായില്ലേ? എന്താടാ വലിയ അണ്ണനോ? വലിയ അണ്ണനോടാ നീ ആരാടാ വലിയ അണ്ണനോ? ഏത് കൊടുത്തും വീഡിയോ എന്താടാ ഇന്ന് കാട്ടുയുദ്ധമാണോ? കൊരങ്ങനോ ആന യുദ്ധമാണോ ഇന്ന്? പുണ്ടച്ചി നിർത്തി എടാ നീ എഴുതി വെച്ചോ സ്കൂളിന്റെ കഴിയട്ടാ. ആദ്യം വന്ന് ആദ്യം ഞാൻ വിളിക്കാൻ തന്നെ വിശദമായിട്ട് പറയാണ്ട് ഒരാഴ്ച കൂടെ ഞാൻ ഉണ്ടാവണ്ണ പോവാ. എവിടെ പോവാ? ജയിലില? ഓ പരോള് കഴിഞ്ഞല്ലേ? പരോളല്ല അണ്ണാ പോവാ. എവിടെ പോവാ? ഗൾഫിലാ? പോവാ ഗൾഫിലാ? പോവാ എവിടെ? അബുദാബി അളിയാ റെഡേ അങ്ങനെ പോവാണ്. അബുദാബിയില് കൂളൊന്നും കിട്ടത്തില്ലേ? ഒരാഴ്ചക്കുള്ള റെഡ് വാൻ ഇവിടെ തീരും. റെഡ് വാൻ ഇല്ല. അളിയാ റെഡേ നീ പോവാണോടാ? പോവാണ്. ഞാൻ കരയല്ലോ അളിയാ. പോവാളിയാ ഇനി ഇല്ല റെഡ് വാൻ ഇല്ല ഇനി. പോവല്ലോ നെവർ എവർ. ആ